കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് വീണ്ടും ഒരു വിശ്വപോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. ഭൂഗോളത്തിലെ എല്ലാ ഫുട്ബോൾ ശക്തികളും ഒരൊറ്റ കിരീടത്തിനായി തങ്ങളുടെ അവസാനവട്ട പടയൊരുക്കത്തിലാണ്. ഇനിയുള്ള നാളുകൾ ഉറക്കമില്ലാത്ത രാത്രികളുടേതാണ്. നെഞ്ചിടിപ്പിൻ്റെയും ആവേശത്തിൻ്റെയും നാളുകൾ. അതെ, ലോകം കാത്തിരുന്ന ആ മഹാമേളയിലേക്ക് നമ്മൾ കൺതുറക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണ് മുഴുവൻ ഒരു 39-കാരനിലേക്കാണ്. അർജന്റീനയുടെ ആ മാന്ത്രികൻ സാക്ഷാൽ ലയണൽ ആന്ദ്രേസ് മെസ്സി. ഖത്തറിന്റെ മണ്ണിൽ കനക കിരീടത്തിൽ മുത്തമിട്ട് വിശ്വവിജയിയായ വന്യതയിലാണ് മെസ്സി ഇത്തവണ വരുന്നത്. തന്റെ കരിയറിലെ അവസാന ലോകകപ്പിനായി അർജന്റീനൻ നായകനായി മെസ്സി ബൂട്ടണിയുമ്പോൾ ചരിത്രം പോലും ആ കാൽക്കൽ വഴിമാറാൻ കാത്തിരിക്കുകയാണ്. സ്വപ്നം കാണാൻ പോലും മടിക്കുന്ന 6 വമ്പൻ റെക്കോർഡുകളാണ് ഈ ലോകകപ്പിൽ മെസ്സിയെ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ റെക്കോർഡുകളെന്ന് നോക്കാം. തുടർച്ചയായി 2 ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ആദ്യ നായകൻ എന്ന നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് അവസരമുണ്ട്. ഖത്തർ ലോകകപ്പിൽ അർജന്റീന കപ്പടിച്ചത് മെസ്സിക്ക് കീഴിലാണ്. ഇത്തവണയും ഈ നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ ചരിത്രത്തിൽ മറ്റൊരു താരത്തിനും നേടാൻ സാധിക്കാത്ത വമ്പൻ റെക്കോർഡിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിക്കും. 6 ലോകകപ്പിൽ കളിക്കുന്ന ആദ്യത്തെ താരമായി മാറാൻ മെസ്സിക്ക് സാധിക്കും. ഇതുവരെ 5 ലോകകപ്പുകളിൽ പന്ത് തട്ടിയ മെസ്സി ഇത്തവണ അർജന്റീനക്കൊപ്പം ഇറങ്ങുന്ന ആദ്യ മത്സരത്തിലൂടെ തന്നെ ഈ റെക്കോർഡിന്റെ ഭാഗമാവും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇത്തവണ 6 ലോകകപ്പാണ് കളിക്കാൻ പോകുന്നത്. എന്നാൽ ആദ്യം നടക്കുന്നത് അർജന്റീനയുടെ മത്സരമായതിനാൽ മെസ്സി ആദ്യം ഈ റെക്കോർഡിലേക്ക് എത്തും. ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ തലപ്പത്തെത്താനുള്ള അവസരവും മെസ്സിക്ക് മുന്നിലുണ്ട്. 16 ഗോളുകളോടെ മിറോസ്ലാവ് ക്ലോസയാണ് ഈ റെക്കോർഡിൽ തലപ്പത്ത്. ബ്രസീലിന്റെ റൊണാൾഡോ 15 ഗോളുകളോടെ 2ാം സ്ഥാനത്തുണ്ട്. ജർമ്മനിയുടെ ഗെർഡ് മുള്ളർ 14 ഗോളുകളോടെ 3ാം സ്ഥാനത്തുണ്ട്. നിലവിൽ 13 ഗോളാണ് മെസ്സിയുടെ പേരുള്ളത്. ഇത്തവണത്തെ ലോകകപ്പിൽ 4 ഗോളുകൾ നേടാനായാൽ ഈ റെക്കോർഡിൽ തലപ്പത്തെത്താൻ മെസ്സിക്കാവും. ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നീൽസ് എറിക് ലിഡ്ഹോമാണ് തലപ്പത്തുള്ളത്. 35-ാം വയസ്സിലാണ് നീൽസിന്റെ ഗോൾ നേട്ടം. ഇത്തവണ ലോകകപ്പ് ഫൈനൽ കളിക്കുകയും ഗോൾ നേടുകയും ചെയ്യാൻ സാധിച്ചാൽ ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ 39-കാരനായ മെസ്സിക്ക് സാധിക്കും. ജൂൺ 24-ന് മെസ്സി 39-ാം വയസ്സിലേക്ക് കടക്കും. ഫൈനലിലേക്ക് അർജന്റീനയ്ക്ക് എത്താൻ സാധിക്കുമോ എന്നും മെസ്സിക്ക് ഗോൾ നേടാൻ സാധിക്കുമോ എന്നും കാത്തിരുന്നു കാണണം. 6 ലോകകപ്പിലും അസിസ്റ്റ് നൽകുന്ന താരമെന്ന റെക്കോർഡിലേക്ക് എത്താൻ മെസ്സിക്ക് മുന്നിൽ അവസരമുണ്ട്. ഇതിനോടകം 5 ലോകകപ്പിലും മെസ്സിക്ക് അസിസ്റ്റ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ലോകകപ്പിലും മെസ്സിക്ക് അസിസ്റ്റ് നൽകാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. ലോകകപ്പിൽ കൂടുതൽ ഷൂട്ടൌട്ടിൽ പങ്കെടുക്കുന്ന താരമായി മാറാനുള്ള അവസരവും ലയണൽ മെസ്സിക്ക് മുന്നിലുണ്ട്. നിലവിൽ 3 തവണ വീതം ഈ നേട്ടത്തിലെത്തിയ ലുക്ക മോഡ്രിച്ചും മെസ്സിയുമാണ് റെക്കോർഡിൽ ഒന്നാമതുള്ളത്. ഇത്തവണത്തെ ലോകകപ്പിലൂടെ മെസ്സിക്ക് ഈ റെക്കോർഡിൽ തലപ്പത്തെത്താൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റെക്കോർഡുകൾ ഒരുപക്ഷെ മെസ്സിക്ക് മുന്നിൽ വഴിമാറുമായിരിക്കാം. പക്ഷേ ഈ ലോകകപ്പ് വെറുമൊരു റെക്കോർഡ് വെട്ടം മാത്രമല്ല, അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുഗത്തിന്റെ പര്യവസാനം കൂടിയാണ്. മൈതാനം മധ്യത്തുനിന്ന് പന്തുമായി ആ കൊച്ചു മനുഷ്യൻ കുതിച്ചു പായുമ്പോൾ എതിരാളികളുടെ ഡിഫൻസിനെ കണ്ണഞ്ചും വേഗത്തിൽ വെട്ടിച്ച് മുന്നേറുമ്പോൾ ഇനി ആ മാന്ത്രികത ലോകകപ്പ് വേദികളിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ കിരീട വിജയത്തിനപ്പുറം മെസ്സി എന്ന ഇതിഹാസത്തിന്റെ അവസാന ലോകകപ്പ് മത്സരങ്ങൾ ഓരോ നിമിഷവും ആസ്വദിക്കുക എന്നതായിരിക്കും ലോകമെമ്പാടുമുള്ള ആരാധകർ ആഗ്രഹിക്കുന്നത്. നായകനായി തുടർച്ചയായി 2ാം ലോകകപ്പ് കിരീടം, ചരിത്രത്തിലെ ആദ്യത്തെ 6ാം ലോകകപ്പ് പടയോട്ടം. അങ്ങനെ മെസ്സി ഈ ലോകകപ്പും സ്വന്തം പേരിൽ എഴുതി ചേർക്കുമോ? ചരിത്രത്തിന്റെ നെറുകയിൽ ആ നായകൻ ഒരിക്കൽ കൂടി ആടി ഉയരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.